അസ്സലാമലൈക്കും. അപ്പോൾ ഇതാ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മളെ കല്യാണ ഒരുക്കത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് 1 വീഡിയോ കൂടി കാണുക. അന്നേ ദിവസത്തിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കോഴിക്കോട് പോയിട്ട് ബാബിക്കും താത്താക്കും വേണ്ടിയിട്ടുള്ള ബ്രൈഡൽ സാരീസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലഞ്ചിന് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം SM സ്ട്രീറ്റിൽ തന്നെയുള്ള കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സുകളുള്ള ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കും ബാബിക്കും എല്ലാവർക്കും മറ്റുള്ള ദിവസങ്ങളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ്സുകളും അതുപോലെ തന്നെ താത്താക്ക് വേണ്ടിയിട്ടുള്ള നല്ല ബ്രൈഡൽ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ താത്തായുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ള കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ സെലക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ പർച്ചേസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ എനിക്കും എല്ലാവർക്കും കല്യാണത്തിൻ്റെ അന്നും മറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള നല്ല പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും കയറിയിട്ട് ഇതേപോലെ സെലക്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മൾ കല്യാണത്തിൻ്റെ ഫസ്റ്റ് പർച്ചേസിങ് ഡേ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരുപാട് ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോയിൻകോ ബസാറിൽ കയറിയിട്ട് ഈ ഒരു ഡ്രസ്സ് താത്തായുടെ മെഹന്തിൻ്റെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ബാബിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഡിസൈനും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ടും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെപ്പോഴും അധികം കുറേ പാർട്ടി വെയർ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പാണ്. അതുപോലെ തന്നെ കോയിൻകോ ബസാറിലുള്ള പഴയ സിൽക്കിയുടെ അടുത്തുള്ള ഒരു ഷോപ്പാണ് ഈ സി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ ഒരുപാട് ഇതേപോലെ നിക്കാഹിനും മറ്റൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ട്രയൽ ചെയ്ത് നോക്കുകയും ചെയ്തു. പിന്നെ 1-2 പാർട്ടി വെയർ ചുരിദാറൊക്കെ അവിടെ നിന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ട്രയൽ ചെയ്ത് നോക്കുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നതേ ട്രയൽ ചെയ്ത് നോക്കുന്നുള്ളൂ. പക്ഷേ ധൃതി പിടിച്ചിട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിൻ്റെ 1 മാസം മുന്നേ ഉള്ള പർച്ചേസിങ് ആയിരുന്നത്. അപ്പോൾ സാരി ഇതും ഓരോരുത്തർ തിരക്കായിട്ട് എല്ലാവരും കൂടി ഉള്ള ദിവസം തന്നെ ആയിക്കോട്ടെ എക്സ്ട്രാ സാരിയാണ് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത്. മറ്റുള്ള നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് തന്നെ എടുക്കേണ്ട, പിന്നെ എവിടെയെങ്കിലും നല്ലത് കണ്ടെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വേണ്ട വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എല്ലായിടത്തും നോക്കിയിട്ട് നല്ല സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്നേ ദിവസം തന്നെ ആയിരുന്നു നമ്മൾ തിരൂർ പേസ്റ്റൽ ബ്രൈഡൽസിൻ്റെ കോഴിക്കോടുള്ള പുതിയ ബ്രൈഡൽ കളക്ഷൻസിൻ്റെ ബൊട്ടീക്ക് ഓപ്പൺ ആയിട്ടുള്ള അന്നായിരുന്നു, രാവിലെ ആയിരുന്നു ഇനാഗ്രേഷൻ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ രാത്രി അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ലെഹങ്കാസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവർ പുതിയ വന്നിട്ടുള്ള സാരിയും മറ്റെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കളക്ഷൻസൊക്കെ ജസ്റ്റ് നോക്കി ഉമ്മാക്ക് നല്ല സാരീസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഏതൊരു പരിപാടിയുടെയും വീട്ടിലെ കല്യാണങ്ങൾക്ക് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ കല്യാണമാകുമ്പോൾ നമുക്ക് വല്ലാണ്ട് എൻജോയ് ചെയ്യാനും പറ്റില്ല, എന്തൊക്കെയോ കഴിഞ്ഞൊരു ഫീലാവും. കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ ഉപ്പ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ ആ ഫീൽ തന്നെ നമുക്ക് ഏറ്റവും രസമുള്ള പരിപാടി ഈ പർച്ചേസിങ്ങും മറ്റു കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മാക്ക് സാരി നോക്കാൻ വേണ്ടിയിട്ട് സിൽക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തിരുവനന്തപുരത്തെ റിസപ്ഷന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫാൻസി സാരി നോക്കുമായിരുന്നു ഉമ്മ. പേസ്റ്റൽ കളേഴ്സിലായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാനായിട്ട് നമ്മൾ പിന്നെ അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ശോഭികയിലും കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം സംഗീതത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ എനിക്കും ബാബിക്കൊക്കെ മറ്റുള്ള ദിവസങ്ങളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ്സ്, ഉമ്മാക്കുള്ള ഫാൻസി സാരിയും പട്ട് സാരിയും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഹറിബറി ആയിട്ട് ചൂസ് ചെയ്തിട്ട് കുറേ ദിവസം മുന്നേ കൊടുന്ന് വെച്ചാൽ പിന്നെ എവിടെയെങ്കിലും വേറെ നല്ലതൊക്കെ കാണുമ്പോൾ നമുക്ക് അതെടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു തോട്ട് വരരുത്. അതുകൊണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല മോഡൽസ്, റയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ട് നടക്കുമായിരുന്നു. ആരടുത്തും കാണാത്ത മോഡലുകളും അല്ലെങ്കിൽ റയർ പീസസോ ഒരു പീസായിട്ട് ഇറങ്ങുന്ന ഡിസൈനർ പീസസൊക്കെയാണ് അധികം സെലക്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഫാമിലിയിൽ തന്നെ അടുപ്പിച്ച് കുറേ കല്യാണങ്ങളും പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അവർ കാണിച്ചു തരുന്ന ഡ്രസ്സുകൾ നമ്മളടുത്തുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ആ കളറിലുണ്ടാവും. അപ്പോൾ നമുക്ക് കയ്യിലില്ലാത്ത കളറിലും ആയിരിക്കണം, ഇല്ലാത്ത മോഡലിലും ആയിരിക്കണം എന്നുള്ള രീതിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത മോഡലെന്ന് വെച്ചാൽ ചുരിദാറും മറ്റുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൂ. പക്ഷേ ഇല്ലാത്ത കളറിലും ഇഷ്ടപ്പെടുന്ന ഡിസൈനിലും ആയിരിക്കണം എന്നുള്ളതുകൊണ്ട്
നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാണുമ്പോൾ ഇഷ്ടമാവും, എടുക്കണമെന്നും തോന്നും. എടുത്താൽ പിന്നെ വേറെ എവിടെയെങ്കിലും പോയാൽ ഇതിനേക്കാളും നല്ലത് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ട് എടുക്കണ്ടെന്നും വെക്കും. അങ്ങനെ എല്ലായിടത്തും പോയിട്ട് അവരുടെ കളക്ഷൻസും പുതിയ അപ്ഡേഷൻസൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചു. അങ്ങനെ അന്നേ ദിവസം രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ കോഴിക്കോട് നമ്മൾ പോകാറുള്ള എല്ലാ ഷോപ്പുകളിലും പോയിട്ട് കളക്ഷൻസൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ കോഴിക്കോട് ലുലുവിൽ കയറിയിട്ട് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പർച്ചേസിംഗ് ഒക്കെ മറ്റുള്ള ദിവസങ്ങളിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു, അപ്പോൾ എല്ലാവരും നല്ലോണം ടയേർഡുമാണ്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വിശക്കൊന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഫുഡും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കല്യാണ പർച്ചേസിങ്ങിൻ്റെ വീഡിയോസ് ഇനിയുണ്ട്. ബാക്കി ഉമ്മയുടെ സാരി എടുക്കുന്നതും എൻ്റെ മറ്റുള്ള ഡ്രസ്സുകൾ എടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ടിൽ ദി എൻഡ് വരെയുള്ള പർച്ചേസിങ് ഒരു പ്രിപ്പറേഷൻ വീഡിയോസ് ഇല്ലാന്നുണ്ടെങ്കിലും ഡ്രസ്സുകളെല്ലാം പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. കാരണം ഇത് ഒരുപാട് ദിവസം മുന്നത്തെ ആണ് മറ്റു കാരണങ്ങളാൽ സ്റ്റോറേജും ഒക്കെ ഫില്ലാവുന്നതിനനുസരിച്ച് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സുകൾ ഫുൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.